ഏഷ്യൻ ക്രിക്കറ്റിൽ നിലവിൽ തങ്ങളെ വെല്ലാൻ മറ്റൊരു ടീമില്ല എന്ന് അടിവരയിട്ടാണ് 2 വർഷത്തിനിടെ വീണ്ടും ഒരു ഏഷ്യ കപ്പിൽ ഇന്ത്യ മുത്തമിട്ടിരിക്കുന്നത്. ഒരു കളി പോലും തന്നെ തോൽക്കാതെ 2023 ഏകദിന ഫോർമാറ്റിൽ സ്വന്തമാക്കിയ ട്രോഫി T20യിലും ഇന്ത്യ കാത്തു സൂക്ഷിക്കുക തന്നെയായിരുന്നു. ടൂർണമെന്റിൽ ഇന്ത്യ അടക്കം മുൻനിര ടീമുകളിലെ ചില മിന്നും താരങ്ങൾ തീർത്തും നിരാശപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ തരത്തിൽ ഫ്ലോപ്പ് ആയവരെ മാത്രം ഉൾപ്പെടുത്തി ടൂർണമെന്റിലെ ഫ്ലോപ്പ് 11 തിരഞ്ഞെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആരെല്ലാം അതിൽ സ്ഥാനം പിടിക്കും എന്നുള്ളതൊന്നും നമുക്ക് പരിശോധിച്ച് നോക്കാം. ഏഷ്യ കപ്പിലെ ഫ്ലോപ്പ് 11 വേണ്ടി ഓപ്പൺ ചെയ്യുന്നത് ഇന്ത്യൻ യുവ സൂപ്പർ താരവും വൈസ് ക്യാപ്റ്റനുമായ ശുഭ്മാൻ ഗില്ലും പാകിസ്ഥാന്റെ യുവ ഓപ്പണർ സയീം അയൂബുമാണ്. 1 വർഷത്തിലേറെ നീണ്ട ഗ്യാപ്പിന് ശേഷം T20 ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ട ഗില്ലിൽ നിന്നും ഇന്ത്യ ഏറെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 7 ഇന്നിംഗ്സുകളിൽ നിന്ന് 21 ശരാശരിയിൽ വെറും 127 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 50 പോലും ഇതിൽ പെടുന്നുമില്ല. മറുഭാഗത്ത് പാക് ടീമിന്റെ വലിയ പ്രതീക്ഷകളിൽ ഒരാളായ സയീം ഈ ടൂർണമെന്റിൽ ഒരു ദുരന്തം തന്നെയായിരുന്നു. വെറും 37 റൺസാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 4 ഡക്കുകളും ഇതിൽ പെടും. ഫ്ലോപ്പ് 11ന്റെ മധ്യനിരയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ മൂന്നാമത് അഫ്ഗാനിസ്ഥാന്റെ ഇബ്രാഹിം സദ്രനാണ്. 4ാം നമ്പറിൽ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ആണ്. 11നെ നയിക്കുന്നതും അദ്ദേഹം തന്നെയായിരിക്കും. 4ാമനായി പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗെയും 5ാം നമ്പറിൽ ശ്രീലങ്കൻ ക്യാപ്റ്റനായ ഷരിദ് അസ്ലങ്കയുമുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളിലാണ് അഫ്ഗാനിസ്ഥാന് വേണ്ടി സദ്രാന് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സ്കോർ ചെയ്യാനായത് 30 റൺസ് മാത്രമാണ്. മുൻ ലോക 1ാം നമ്പർ ബാറ്ററായ സൂര്യയും തികഞ്ഞ ഒരു പരാജയമായി മാറിയിട്ടുണ്ടായിരുന്നു. 6 ഇന്നിംഗ്സുകളിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. നേടിയതാണെങ്കിൽ വെറും 72 റൺസ് മാത്രമാണ്. പാകിസ്ഥാനെതിരായിട്ടുള്ള 47 റൺസ് മാറ്റി നിർത്തിയാൽ മറ്റൊരു മികച്ച ഇന്നിംഗ്സ് പോലും സൂര്യ കളിച്ചിട്ടുമില്ല. പാക് നിരയിൽ ആകെ വൻ ഫ്ലോപ്പായി തീരുകയായിരുന്നു. 7 ഇന്നിംഗ്സുകളിൽ അദ്ദേഹം നേടിയത് 72 റൺസാണ്. അസ്ലങ്കയെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടൂർണമെന്റ് തന്നെയായിരിക്കും ഇത്. 75 റൺസാണ് അദ്ദേഹത്തിന്റെ ആകെയുള്ള സമ്പാദ്യം. ശ്രീലങ്കയുടെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർമാരായ വനിതു ഹസരംഗയും ദുനീത് വെല്ലാലങ്കയുമാണ് ഏഷ്യ കപ്പ് ടോപ്പ് 11ലെ സ്പിന്നർമാര്. 8 വിക്കറ്റുകൾ ഹസരംഗ വീഴ്ത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കൂടുതലും ചെറിയ ടീമുകൾക്കെതിരെ തന്നെയായിരുന്നു. വലിയ ടീമുകൾക്കെതിരെ അദ്ദേഹം നിറം മങ്ങിയിട്ടുണ്ടായിരുന്നു. ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഹോങ്കോങ്, പാകിസ്ഥാൻ എന്നിവർക്കെതിരെയായി 7 വിക്കറ്റുകൾ പിഴുത ഹസരംഗ ഇന്ത്യക്കെതിരെ നേടിയതാണെങ്കിൽ ഒരേ ഒരു വിക്കറ്റ് മാത്രമാണ്. ബാറ്റിംഗിലും അദ്ദേഹത്തിന്റെ പ്രകടനം ശരാശരി തന്നെയായിരുന്നു. യുവതരം വെല്ലാലങ്കയ്ക്ക് 2 മത്സരങ്ങളിലാണ് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരേ ഒരു വിക്കറ്റ് മാത്രമേ വീഴ്ത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പേസ് നിരയിലുള്ളത് അഫ്ഗാനിസ്ഥാന്റെ ഫസൽ ഹക്ക് ഫറൂഖി, ശ്രീലങ്കയുടെ ദുഷ്മന്ത് ചമീര, ഇന്ത്യയുടെ ഹർഷിത് റാണ എന്നിവർ തന്നെയാണ്. 3 കളിയിൽ 9.10 എക്കണോമി റേറ്റിൽ 2 വിക്കറ്റ് മാത്രമേ ഫറൂഖിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചമീരയാണെങ്കിൽ 7 വിക്കറ്റുകളാണ് നേടിയിട്ടുണ്ടായിരുന്നത്. ഹർഷിത്തിനെ 2 മത്സരങ്ങളിൽ മാത്രമേ ഇന്ത്യ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 2ലും നന്നായി തല്ല് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 12-നടുത്ത് ഇക്കണോമി റേറ്റിൽ 2 വിക്കറ്റുകളാണ് ഹർഷിത്തിനെ വീഴ്ത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏഷ്യ കപ്പിലെ ഫ്ലോപ്പ് 11 നോക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗില്ല്, സയീം അയൂബ്, ഇബ്രാഹിം സദ്രാൻ, സൂര്യകുമാർ യാദവ്, സൽമാൻ അലി, ഷരിദ് അസ്ലങ്ക, ദുനീത് വെല്ലലങ്ക, ഫസൽ ഫക്ക് ഫറൂഖി, ദുഷ്മന്ത് ചമീര, ഹർഷിത് റാണ.